ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഓണമാണ്. ഇനി രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട്. ഇനി വേണം ബ്രഷ് ചെയ്യുക, കുളിക്കുകയൊക്കെ ചെയ്യാനായിട്ട്. നമുക്കൊന്ന് കുളിച്ചിട്ട് താഴെ പോയിട്ട് പൂക്കളൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ മുമ്പ് ഞാൻ ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. സോ നമുക്കിനി കുളിച്ചിട്ട് താഴെ പോയി അച്ഛനെയും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. പൂക്കളൊക്കെ ഇട്ട് തരാൻ വേണ്ടിയിട്ട് എനിക്കൊരാളെ ഹെൽപ്പിന് വേണം. സാധാരണ അച്ഛനാണ് കൂടിത്തരുന്നത്. ഇന്നലെ പൂ വാങ്ങിയപ്പോഴേ അച്ഛൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇത്തവണ എന്നൊക്കെ. പക്ഷെ അച്ഛനൊന്ന് സോപ്പിട്ട് നമുക്ക് പൂവൊന്ന് സെറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇപ്പം താഴെ പോയി നോക്കാം. ഗൈസ്, നിങ്ങളത് കണ്ടോ? രാവിലെ തന്നെ ഒരു ചേച്ചി മഴയത്ത് കുടയൊക്കെ ചൂടി വന്ന് പൂ പറിക്കുകയാണ് കേട്ടോ. നമ്മളൊക്കെ പണ്ടിങ്ങനെ രാവിലെ പോയി പൂ പറിച്ചിട്ട് ഇടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും അതിന് സമയം കിട്ടാറില്ല. കണ്ടോ, ആ ചേച്ചി പറിക്കുന്ന പൂ തന്നെയായിരിക്കും ഇടുന്നത്. നല്ല വൈബായിരിക്കും രാവിലെ. പക്ഷെ മഴയാണെങ്കിൽ നല്ല ബോറടിക്കും കേട്ടോ. സ്റ്റിൽ ഇപ്പോഴും പറിച്ചിട്ടിടുന്ന ആൾക്കാരുണ്ടല്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഗൈസ്, ഇതാണ് ഞാൻ വാങ്ങിയ പൂവ്. ഇത്രയൊക്കെ പൂ വാങ്ങിയിട്ടുള്ളൂ. ഒരു വലിയ പൂക്കളിടാനല്ല പ്ലാൻ. ഒരു ചെറിയ പൂക്കൾ, ജസ്റ്റ് പൂവൊന്ന് നിരത്തി വെച്ചാലും മതി എനിക്ക്. ലൈക്ക് എനിക്ക് പൂ ഇട്ട് എന്നുള്ളൊരു ഫീല് കിട്ടാൻ വേണ്ടി കേട്ടോ. അല്ലാണ്ട് ഞാൻ സ്ഥിരം പൂക്കളിടുന്ന ഒരാളല്ല. ഈയിടെയായിട്ട് നമുക്ക് ചെറിയ പൂക്കളുണ്ടാക്കണം, അത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, ഞാനല്ല പൂവിടാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞിട്ട് ഇന്നിരുന്ന് പൂ വരുന്നിരുന്നുണ്ടോ. സെറ്റ് ചെയ്തു ഗൈസ് അച്ഛനെ. അച്ഛനാണ് ഫുൾ പൂ വരിയുന്നത്, ഇടുന്നതും. ഇതുണ്ട്, പുറത്ത് അത്യാവശ്യം മഴയുണ്ട്, അതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് ഗൈസ്. അത് ആ തണുപ്പിലിരുന്ന് പൂ വരിഞ്ഞേക്കാം. ഈ പൂ കാണാൻ നല്ല രസമല്ലേ ഗൈസ്, ഒരു വെറൈറ്റി അല്ലേ, നല്ല കളറല്ലേ, ലൈക്ക് ഗൈസ്. ഞാൻ കുളിച്ചു വന്ന കോലം കണ്ടോ? നല്ല മഴ ആയതുകൊണ്ട് മുടി ഉണങ്ങുന്നില്ല, നനഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നു. ഇങ്ങനെ പൂവൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. എനിക്ക് കാര്യമായിട്ട് വരയ്ക്കാനൊന്നും അറിയില്ല, വലിയ വരയൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ഉള്ള പൂ വെച്ച് എന്തെങ്കിലും ചെയ്ത് വെക്കുന്നു, അത്രയേ ഉള്ളൂ എൻ്റെ പ്ലാൻ. ഓക്കെ, അച്ഛൻ ചെറിയ കത്രിക എടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് പൂ വരിയുമ്പോൾ കൈ വേദന എടുക്കും. ചെറുതല്ലേ ഗ്യാപ്പ്, വലുതെടുക്കാൻ പോയിട്ടുണ്ട്. അതങ്ങനെ എനിക്കറിയാം. അത് കുറച്ചുകൂടെ ഓക്കെ അല്ലേ? ഞാൻ വിചാരിച്ചു ഈ പൂ സിമ്പിളായിരിക്കും അരിയാന്ന്. പക്ഷെ അങ്ങനെയല്ല. അതിൻ്റെ ബാക്കിലുള്ള ഈ പച്ചയില്ലേ, ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ പച്ചയും കൂടെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. സോ ആദ്യം ഈ പച്ച എടുത്ത് കട്ട് ചെയ്ത് കളയണം, എന്നിട്ട് വേണം ഈ പൂ കൊടുത്ത് അരിയാൻ. കണ്ടോ, ഇത് കുറച്ച് വലുതാണ് കണ്ടോ, കുറച്ച് ട്രിക്കിയാണ് ഗൈസ്. എൻ്റെ ചെറിയ ഐഡിയ വെച്ച് ഞാനൊരു പൂക്കളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, പൂക്കളല്ല, ഒരു ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം. അത് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അത് തന്നെ ഇട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ. വരച്ചത് കുറച്ച് വലുതായി പോയോ എന്നൊരു ഡൗട്ടുണ്ട്, നോക്കാവേ. സോ ഇതാണ് ഞാൻ വരച്ച ഒരു ഡിസൈൻ. ഇതിലേക്ക് ഇനി നമ്മൾ പൂവ് സെറ്റ് ചെയ്ത് ഇടണം. ഇവിടെ പൂവ് അച്ഛൻ കുറച്ച് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നീ ഒരു പൂക്കളം വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. എനിക്കറിയില്ല ഇത് കറക്റ്റ് സെറ്റ് ആവുമെന്ന്. ഞാൻ വരച്ചത് തന്നെ കറക്റ്റാണോന്ന് അറിയില്ല. എൻ്റെ ഒരു ഉള്ള ഐഡിയ വെച്ച് ഞാൻ വരച്ചതാണ്. നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ഞാനും അച്ഛനും പുറത്ത് കഷ്ടപ്പെട്ട് പൂവിടാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഒരാൾ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാവേ. കാണിക്കാം. കണ്ട അമ്മ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ട് വെക്കുന്നുണ്ട്. ആരാണ് പറഞ്ഞത് മലബാറിൽ വെജിറ്റേറിയൻ മാത്രമാണ് സദ്യക്ക് ഉണ്ടാകുന്നത്? നമ്മൾ രാവിലെ എന്താ അമ്മ കഴിക്കാൻ പോകുന്നത്? യെസ്, ദോശയും ചിക്കൻ കറിയാണ് ഞങ്ങൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബാക്കി ജില്ലയിലുള്ള ആൾക്കാർ എന്നെ വന്ന് പൊങ്കാല ഇടാൻ വരണ്ട. നമ്മൾ യൂഷ്വലി ഓണത്തിനും വിഷുവിനും ഒക്കെ അങ്ങനെയാണ്, ഉച്ചയ്ക്കും കുറച്ച് സ്പെഷ്യലായിരിക്കും. വെരി സോറി ഗൈസ്, ഞാൻ ഇത്രയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഒരു ഫീൽ നിൽക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള പൂവ്, അത്രയും പൂവ് ഒന്ന് സെറ്റ് ചെയ്യണം ഇതിൻ്റെ കൂടെ. ഗൈസ്, നമുക്ക് കുറച്ച്
പച്ച കളറ് ഇല്ല. സോ ഞാൻ വിചാരിച്ചു കുറച്ച് മതിൽ പച്ച പറിച്ചിട്ട് വരാമെന്ന്. പച്ച പറിച്ചാലോ? കിട്ടുമോ നോക്കാം. എനിക്കറിയില്ല എവിടെയുള്ളത്. ഞാൻ ഈ റോഡിലേക്ക് ജസ്റ്റ് ഇറങ്ങി ഇവിടെ ഒന്ന് തിരഞ്ഞു നോക്കാം. ഇവിടെ കുറച്ചുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? കുറച്ച് നമുക്ക് ഒരു 2 ഇത് കിട്ടി. കുറച്ച് കൂടുതലുള്ളൊരു സ്ഥലം നോക്കി നോക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് കുറച്ച് പറിച്ചിട്ട് നമുക്ക് അങ്ങനെ പോയേക്കാം. ഇവിടെയൊക്കെ ഉണ്ട്, ഇതുണ്ടോ? ചെറുതാ. ഇത് പറിച്ചെടുക്കാൻ കിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് വലുത് എവിടെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ അത് പറിച്ച് പോയിട്ട് ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ തീർക്കാം പരിപാടി. ഇവിടെ കുറച്ചുണ്ട്. ഈ വഴീൻ്റെ ഇവിടെ നമുക്ക് കുറച്ച് വലിയ മതിൽപ്പച്ച ഉണ്ട്. അത് നമുക്കൊന്ന് എടുത്തിട്ട് കുറച്ച് അങ്ങനെ പറിച്ചിട്ട് പോകാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് സ്ഥലം എനിക്കൊന്ന് ഫില്ല് ചെയ്യാനാ. സോ ഞാനത് പറിക്കട്ടെ. ഗൈസ്, എനിക്ക് ഇത്രയും കിട്ടി. ഇത് മതിയായിരിക്കും എൻ്റെ റിക്വയർമെൻറ്റിന്. ഇത് നമുക്ക് കൊണ്ടുപോയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് ആ സ്ഥലം ഒന്ന് ഫില്ല് ചെയ്യാൻ പറ്റുമോ നോക്കാം. അത് വേഗം തീർത്തിട്ട് വേണം ബാക്കിയുള്ള പൂവും കൂടെ ഇട്ട് തീർത്തിട്ട് എനിക്ക് എൻ്റെ ഈ പരിപാടി അവസാനിപ്പിക്കാൻ. സോ ഇത്രയും മതിൽപ്പച്ച നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇതിന് പറയുന്ന പേര് മതിൽപ്പച്ച എന്നാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കറക്റ്റ് അറിയില്ല. കോഴിക്കോട് നമ്മളിതിനെ മതിൽപ്പച്ച എന്നാണ് വിളിക്കുന്നത്. ബിക്കോസ് അങ്ങനെ പറയാൻ കാരണം എനിക്ക് കിതയ്ക്കുന്ന സ്പീഡ് നടന്നിട്ട് പല നാട്ടിലും ഓരോന്നിനും ഓരോ പേരാണല്ലോ. സോ നിങ്ങളുടെ നാട്ടിലെ ഈ ചെടീൻ്റെ പേര് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നമ്മൾ മതിൽപ്പച്ച റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട്. നല്ല മഴയായതുകൊണ്ട് കുറച്ചൊക്കെ നനവുണ്ട് ചെറുതായിട്ട്. നേരത്തെ മഴയായിരുന്നല്ലോ. സോ ഇനി ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് ഇട്ട് നോക്കാം. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇവളെനിക്ക് പൂക്കളെ തരാൻ വേണ്ടി മാത്രം ഇവിടെ വന്നതാ. ഇവളെ കാണിക്കരുത്, നീ എന്റെ ബോയ് ഫ്രണ്ട് നിൽക്കുന്ന. ഇതാണ് നമുക്ക് പൂക്കളിട്ട് ഫിനിഷ് ചെയ്ത് തന്ന കലാകാരി. ഓക്കെ, നിങ്ങൾ നാളെ ചോദിക്കുകയാണെങ്കിൽ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാ. ഇപ്പൊ ഈ കലാകാരി ഇട്ട വീഡിയോ, കലാകാരിയുടെ പൂക്കളം. ഇതിന്റെ അവസാന പോർഷൻ ഫിനിഷ് ചെയ്തത് ഇവളാട്ടോ. കാണിക്കവേ. ഇതാണ് നമ്മളിട്ട പൂക്കളം. ഇതിന്റെ സെന്ററത്തെ പോർഷൻ ഞാനാട്ടോ ചെയ്തത്. ഈ ലാസ്റ്റ് കാണുന്നതാണ് നമ്മുടെ ഈ കലാകാരി ചെയ്തത്. ചെയ്ത ആളെ കാണിക്കരുതെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ഗൈസ്, വീഡിയോൻ്റെ ഇടയിൽ ഒരു ഡിസ്ക്ലെയിമർ പറയാൻ വിട്ടുപോയി. വീഡിയോൻ്റെ ഇടയ്ക്ക് കോഴിക്കോട് സ്ലാങ് വരും ഇടയ്ക്കിടയ്ക്ക്. സോ അതൊന്ന് മെൻഷൻ ചെയ്യണമെന്ന് ഇവർ പറഞ്ഞായിരുന്നു. സോ അത് കേൾക്കുമ്പോൾ ഒന്നും തോന്നണ്ട. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. ഓരോ നാട്ടിലും ഓരോ ഭാഷയായിരിക്കുമല്ലോ. അത്രയേ ഉള്ളൂ. അത് പറയാൻ വേണ്ടി മാത്രം ഇടയ്ക്ക് കയറി വന്നതാ. ഗൈസ്, നമുക്ക് കുറച്ച് നാരങ്ങ വെള്ളം കലക്കാൻ വേണ്ടി മിൻറ്റ് പറിച്ചാലോ? വീട്ടിൽ നിന്ന് തന്നെ നൈസായിരിക്കും. അമ്മ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് പറിച്ചെടുക്കാം. ഇതുണ്ടോ, ഈ ചട്ടിയിൽ നല്ല ഫ്രഷായിട്ട് മിൻറ്റ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് നമുക്ക് പറിച്ചെടുക്കാം. ഇത്രയും മതിയാവും തോന്നുന്നു. ഇതവള ഐഡിയ ആണ്. നമുക്ക് പറിച്ചു കൊണ്ടുപോയി നോക്കാം. ഇതാണ് നമ്മൾ മിൻറ്റ് വെച്ചുണ്ടാക്കിയ ലൈം. നൈസാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. ഇതാണ് ഓണസദ്യ. മതി മതി മതി, എടി അങ്ങോട്ടിട് അതിലേക്ക്. ഓണസദ്യ എന്ന് പറഞ്ഞ് നമ്മൾ കോഴിക്കോടുകാരുണ്ടാക്കി വെച്ചേക്കുന്നത് ഗീ റൈസ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പിന്നെ അച്ചാറുണ്ട്, പിന്നെ പുളിയിഞ്ചി, തൈര്, പപ്പടം, പായസം ഉണ്ട് കേട്ടോ. സദ്യയിൽ ഒരു ഐറ്റം മാത്രമുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് പേരുകൾ കഴിക്കാൻ. സദ്യ ഉണ്ടാക്കാൻ മടിയാണ്. എങ്ങോട്ടാ? അതിലേക്കിട്. ദ ഗസ്റ്റ് ഫേസ്. ഇന്നത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഇവള്. അതിന്റെ മുകളിൽ ഇടാൻ പറ്റില്ല? പറ്റും. അല്ല, ഞാനങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ടു കേട്ടോ. പിന്നെ പണ്ട് എനിക്ക് ഇവള് മൈലാഞ്ചിയാണ് ഇട്ടാന്നോണ്ടുന്നത് അല്ലേ? എന്റെ കയ്യിലിട്ടാണ് ഇവള് പഠിച്ചോണ്ടുന്നത് അല്ലേ? ഉള്ളതുള്ളത് പോലെ പറയണം. എനിക്ക് അന്ന് അത് അറിയില്ലായിരുന്നു കേട്ടോ, എങ്ങനെയാ നന്നായിട്ടിടാന്ന്. ഞാൻ വിചാരിച്ചു ഇവളിടുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊന്നും അല്ല.
ഇവളെന്നെ പറ്റിക്കാന്ന് എനിക്ക് അപ്പഴാണ് സൈഡിലുള്ള നീ ബഡ്സ് വെച്ചിട്ട് റിമൂവ് ചെയ്യോ? അതൊക്കെ സെറ്റ് ചെയ്തരണോ? അതൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പണിയല്ലേ. എനിക്കിതൊന്നും അറിയില്ലടി. പണ്ട് സ്ഥിരം മൈലാഞ്ചി അല്ലേ നമ്മളെ പണി? ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മൈലാഞ്ചി പോകുന്ന വരും. അതെങ്ങനെയാ അത്രയും ദിവസം ഇട്ടോണ്ടുന്നത്? നീ ആഴ്ചയിലൊരിക്കലും വീട്ടിൽ വരും. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. ഓഫീസിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് അങ്ങനെ +1 +2 പഠിക്കുമ്പോൾ ക്ലാസ്സിൽ നിന്ന് അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇവിടെ വീട്ടിൽ പോയിട്ട് ഓരോ ആഴ്ചയും ഞങ്ങള് മൈലാഞ്ചി ഇട്ടോണ്ടെന്നാ. എങ്ങനെ ചേച്ചിട്ടുണ്ടോ? ക്ലാസ്സിലൊരു മാം വന്നേ, ഫിസിക്സിന്റെ ചേട്ടൻ തോന്നുന്നു മാം. കെമിസ്ട്രി ആണെന്ന് മാത്രം പറയില്ലേ. ഫിസിക്സിന്റെ മാം ചോദിച്ചു നമ്മളോട്. ആദ്യം മാം ചോദിച്ചു ക്ലാസ്സിലാകുമ്പോൾ എന്തോ ഒരു സ്മെല്ലുണ്ടല്ലോ പറഞ്ഞേ. മൈലാഞ്ചിയുടെ അപ്പുറത്ത് എല്ലാവരും അന്നൊക്കെ നമ്മുടെ ക്ലാസ്സിൽ കുറേ സ്റ്റുഡൻസ് ഉണ്ട്, ഓർമ്മ ഉണ്ടാവും? ഇല്ല. മറ്റേ കമ്പ്യൂട്ടർ സയൻസിന്റെ ക്ലാസ്സിൽ ഒരു 40ന്റെ മുകളിൽ ആൾക്കാരുള്ള. 40 അല്ല, ഒരുപാട് പേരുണ്ടെന്ന്. അതായത് 2 മുതൽ മറ്റേ 2 വരെ ഫ്രണ്ട്സാ. അപ്പോ ഇത്രയൊക്കെ അറിയേ. നല്ല വൃത്തിക്കിടണം കേട്ടോ, അവിടുത്തെ മോഡലാണ്. നാളെ ഇത് കാണും ടൈമില്. ഞാൻ ഇത് വെറുതെ അല്ല, അത് പ്രശ്നമില്ല, ഇട്ടോ. എനിക്ക് എന്തായാലും ഇടണം. ഞാൻ ആ പണി ഒന്ന് ഇടുന്നുണ്ട്. ഇട്ട് അത് മതി, സെറ്റാക്കി ഇട്ടോ, മര്യാദക്ക് ഇട്ടോ. ചേച്ചി ഇടുന്നില്ല അത് ചേച്ചി എടി. അല്ല, ഞാൻ ചേച്ചി ഒന്നും ഇട്ടരൂലല്ലോ. ചേച്ചിക്ക് ഞാൻ ഇട്ട് കൊടുത്ത അത്രയും സുഖം. എന്നിട്ടുണ്ടല്ലോ അപ്പോൾ മെമ്മ വന്ന് മെമ്മ എന്താ മോണുണ്ടല്ലോ നമ്മൾ പറഞ്ഞു അത് വേറെ എവിടെ നിന്ന് അയക്കും എന്നൊക്കെ പറഞ്ഞിട്ടോ മാമിനോട്. പിന്നെ മാം പിന്നെ അടുത്ത ചോദിക്കാം മാം പേപ്പർ ചോദിച്ചു. പേപ്പർ മാം നിലത്തുനിന്ന് എടുത്തതോ അല്ലെങ്കിൽ എവിടെ നിന്നോ എടുത്തേറ്റാ. ആ പേപ്പറിൽ മൊത്തം മൈലാഞ്ചി ആയിരുന്നു. മൊത്തം അത് എൻ്റെ കയ്യിൽ അത് ചോദിച്ചത് അന്ന് പൊക്കിയോന്നുണ്ടാവും. +2 ആണോ? അല്ലാതെ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. +1 ആണോ? +1 ഞാൻ കുറച്ചുകൂടെ ഭയങ്കര പഠിപ്പിയായിരുന്നു. നല്ല ടീമിന്റെ കൂടെ കൂടി കുറച്ചുകൂടി നല്ല എന്റെ കൈ ചെയ്യുന്നുണ്ട്. നല്ല ക്യൂട്ട് കളർ അല്ലേ? അല്ലേ? കുറച്ചുകൂടി ക്യൂട്ടാ. അതിനെ കൊണ്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അതിലൊന്നും ചെയ്യാൻ പറ്റൂല. മറ്റേ ആ ചെയ്തതല്ല ഞാൻ പറഞ്ഞ, ഈ കളറ് ഭയങ്കര ഒരു വൈബ്രന്റ് കളർ അല്ലേ? ആണോ? ഐ ലൈക്ക് ഇറ്റ്. കുറച്ചുകൂടെ നെയിൽ വേണമായിരുന്നു. ഞാൻ ഈ അടുത്ത് കട്ട് ചെയ്തതേ ഉള്ളൂ, വൃത്തിയാക്കിയതാ. പക്ഷെ നെയിൽ പോളിഷ് ഇടുമ്പോൾ നന്നാക്കണേ, കുറച്ചുകൂടെ വേണം. അല്ലടി നാളേക്ക് മൈലാഞ്ചി ഇടണോ? ചെറുതായിട്ട് വേണമെങ്കിൽ പോയി വാങ്ങിയിട്ട്. മൈലാഞ്ചിയോ? ഓ വേണ്ടായിരിക്കും. അതിട്ട് കുറെ നേരം ഇങ്ങനെ ഇരിക്കണ്ടടി, നല്ല പാടാ. പണ്ട് നമ്മൾ ഒരു സൈഡല്ലേ ഇട്ടോണ്ടിരുന്നത്. അങ്ങനെയല്ലേ ഞാൻ പറയുന്നത്, ഇവിടെ മാത്രം ഇടണോന്ന്. ഇതിപ്പോ 5ാമത്തെ തവണയാണ് എന്റെ കയ്യിലിടുന്നത്. ഞാനിത് ഇപ്പൊ തീരെ എന്നിട്ട് ഉണക്കം വെച്ചിട്ട് വെറുതെ ഇരിക്കാന്നാ വിചാരിച്ചേ. പക്ഷെ നടക്കും തോന്നില്ല കേട്ടോ. ഒരു വിരലിൽ സെറ്റ് ചെയ്യുമ്പോ അടുത്ത വിരലിൽ ഇത് പോവും, എന്നിട്ട് അത് ടച്ച് ചെയ്യും, അപ്പൊ അപ്പുറത്ത് പോയിട്ടുണ്ടാവും. നല്ല കലാകാരിയാ. പൂക്കളിട്ട പോലെ ഒന്നല്ല കേട്ടോ, അതിനേക്കാൾ കഴിവുണ്ട്. കണ്ടോ? ഹലോ ഹലോ, ആരാണിത്? ഇതാണ് നെയിൽ പോളിഷ് ഇട്ട് ലാസ്റ്റ് ഫൈനൽ ലുക്ക്. ഇവള് ഹൈഡ് ചെയ്യുന്നുണ്ടോ? അടിപൊളിയായിട്ടില്ലേ? അടിപൊളി കളറാണ് ഗൈസ്. നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട് ഈ കളർ വാങ്ങിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇനി സ്റ്റൈലിസ്റ്റ് വേണമെങ്കിൽ ദാ ഇവള് വിളിക്കാം. അമ്മേ എന്താ ചെയ്യണ്ടേ? നമുക്ക് ഹേർട്ടാവില്ല. ഒരു ഇതുണ്ട്, ഷെമിന്റെ ലൈഫ് സ്റ്റോറിയാണ്. ഷെമിന്റെ നടവയിലെ നെടുകൾ എന്ന് പറഞ്ഞിട്ട് സെന്റിമെന്റ്സ് ഉണ്ടാവും. ഒരു ചെറുപ്പത്തിലൊക്കെ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ ഭയങ്കര ലക്കിയാണല്ലോ, ഇത്രയും അനുഭവിച്ച് അത്രയും ഒരു സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിക്കും നമുക്ക് ഒരു തരത്തിലൊരു സ്ട്രെങ്ത് ആവും. അങ്ങനെ വെച്ചാൽ നമുക്ക് ഇത്രയും ഇതുണ്ടല്ലോ, ഗ്രേറ്റ്ഫുൾ ആവും കുറച്ചുകൂടി, അങ്ങനെ തോന്നും നമുക്ക്. രണ്ട് ബുക്ക് പോയിംസ് തമ്മിലുള്ള കോൺവെർസേഷൻ ഇങ്ങനെ ഇരിക്കും. ഇതയച്ചോ അതാണ് കർണന്റെ ഇതില് ഞാൻ കയറിയിട്ട് കാര്യമില്ല, മിണ്ടാണ്ട് നിൽക്കാം.
സോ ഗൈസ്, ഇതായിരുന്നു നമ്മൾ പൂക്കളം. ഞാൻ ഇടയ്ക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ വൈകിട്ട് ചായയൊക്കെ കഴിഞ്ഞു ആൻഡ് എൻ്റെ ഫ്രണ്ട് തിരിച്ച് വീട്ടിൽ പോയി. നമ്മൾ ചായയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുക. സോ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ ഡേ ഏകദേശം കഴിഞ്ഞു. ഇത്രയാണ് നമ്മൾ ഓണം ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ രാവിലെ തൊട്ട് പണിയെടുക്കുന്നതിൻ്റെ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കും. സോ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഇതാണ് അവൾ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന നെയിൽ പോളിഷ് കേട്ടോ. വലിയ കുഴപ്പമില്ല, ഓക്കെയാണ്. കളർ നന്നായിട്ടില്ലേ? സോ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വ്ളോഗിൽ അടുത്ത ദിവസം കാണാം. ടിൽ ദെൻ ബൈ ഗായ്സ്.